ഫുഡിന് വേണ്ടി ട്രാവൽ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഫുഡിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കോഴിക്കോടൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് കോഴിക്കോട് ഫുഡിനോട് കുറച്ച് താല്പര്യമുള്ള ആളാണ്. അത് അങ്ങനെയല്ല, എന്നാലും എല്ലാ നാട്ടിലും കഴിയും. ഫുഡിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ വിഷമം തോന്നുന്ന സമയം നമ്മൾ US UK ഷോയ്ക്ക് പോകും. ഞാൻ US 2 വട്ടം പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, ഓസ്ട്രേലിയ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാം, ഷോ ചെയ്യാം, അതൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷേ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചായിരിക്കും അവിടെ ചെല്ലുന്നത്. ഈ അവിടുത്തെ മലയാളികൾ നമ്മളെന്താ ഇവിടെ ചോറൊക്കെ കണ്ട് വളരാത്ത ആൾക്കാർ, ചോറൊന്നും കാണാത്ത ആൾക്കാരെ പോലെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്, ചെന്ന് തുറക്കും ചോറ്, അവിയൽ. നമുക്കിത് ആവശ്യമില്ല, നമ്മൾ ഇതിവിടെ കഴിച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ തരുന്ന ആഹാരം കഴിക്കാനാണ് ചെല്ലുന്നത്. അപ്പം ഇത് എടുത്തു നോക്കുമ്പോൾ അവരൊരു എക്സ്പ്രഷൻ ഉണ്ട്, ചോറ് കണ്ടോ. എന്നിട്ട് സ്പെഷ്യലായിട്ട് നാരങ്ങ അച്ചാറൊക്കെ കൊണ്ടുവരും. ഐ ഗോട്ട് സംതിങ് ഫോർ യു. ഇതൊക്കെ ഞാൻ പറയും, ഇതൊക്കെ ഞാൻ അവിടെ കണ്ട് കഴിച്ചു. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഫുഡ് കഴിക്കാനാണ് ഇവിടെ വരുന്നത്. ഇത് തരുക ദേവി. പിസ്സ ആണെങ്കിൽ പിസ്സ, ബർഗർ ആണെങ്കിൽ ബർഗർ, അല്ലെങ്കിൽ സിസ്ലസ്, സ്റ്റീക്ക് സിസ്ലസ്, അങ്ങനെയുള്ള സാധനം അത് തരുക. ഇതൊക്കെ നമുക്ക് വേണ്ട. ഇതൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം. അപ്പൊ അവിടെ പോയിട്ട് എബ്രോഡൊക്കെ പോയിട്ട് അങ്ങനെ വല്ലതും കഴിച്ചിട്ടുണ്ടോ? സ്പെഷ്യൽ ഫുഡ്സ്, അവിടുത്തെ ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. കാരണം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പല്ലിയും പാറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെ നല്ല ഫുഡ് കഴിച്ചേക്കുന്നത്. ഈ മാനൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവര് കങ്കാരുവിന്റെ ഇറച്ചിയൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടേസ്റ്റ് അല്ല, അത് കഴിച്ചെന്നുള്ളൂ. ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുക, സ്വാദ് അറിയാൻ വേണ്ടി. പിന്നെ ഞാൻ ഈ വലിയ സ്റ്റീക്ക് സിസ്ലസിൽ ഈ പറയുന്ന പോലെ പോത്തിൻ്റെ ഒക്കെ ഉള്ള അതൊക്കെ കഴിച്ചത് അവിടെ പോയിട്ടാണ്. പിന്നെ ഒരുപാട് ഫ്ലേവർ നമ്മുടെ നാട് പോലെ ടോട്ടലി ഡിഫറെന്റ് ആണ് ചേച്ചി. അവർ കുറച്ചുകൂടെ സ്പൈസി അല്ല, അവർ ഒട്ടും സ്പൈസി അല്ല, അവർ ഹാഫ് ബോയിൽഡ് ഒക്കെയാണ് അതൊക്കെ. പക്ഷെ അത് ഹെൽത്തി ആണ്. നമ്മള് പക്ഷെ അത് അതിന്റെ എല്ലാം കളഞ്ഞിട്ടാണ് ഹാഫ് ബോയിൽഡ്. നമ്മളിവിടെ മടിച്ചിട്ട് മീനൊക്കെ ഈ കിട്ടുമ്പോഴത്തേന് വൃത്തിയാക്കാൻ മടിക്കുന്ന ആൾക്കാരല്ല, അവിടെ എല്ലാം ഇതാക്കിയിട്ട്. ഞാൻ UK പോയ സമയത്ത് താമസിച്ചത് ഒരു ഈ പറയുന്ന പോലെ പശുവിനെയൊക്കെ മേയ്ക്കുന്ന ഒരു ഫാമിലായിരുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ശുദ്ധമായ പാലൊക്കെ തന്നെയാണ്, പക്ഷെ അവിടെ വേറെ രീതിയിലാണ് അവരുടെ ഫുഡൊക്കെ. അതൊരിക്കലും നമുക്ക് മോശം, അത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ അയ്യോ ഇതെന്താണ് പകുതിയെ വേവിച്ചിട്ടുള്ളതെന്ന് തോന്നും. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഒരിക്കലും നമ്മുടെ ഒരു ബോഡി ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരം കയറി ബൾക്കി ആവുന്നതോ അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഫുഡല്ല. സച്ചിൻ സാറിന്റെ വിശേഷം വളരെ അടുത്ത് കാണാൻ സാധിച്ചു. CCLന്റെ സീസൺ 4 ലോഞ്ചിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഗസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തെ ഈ കേരള ടീമിൽ നിന്ന് 2 പേരെ പോകാൻ പറ്റുള്ളൂ. ഒന്ന് രാജീവ് പിള്ള, ഒന്ന് ഞാനാണ് പോയത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, സംസാരിക്കാൻ സാധിച്ചു, അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിച്ചു. ക്രിക്കറ്റ് ഇതിഹാസം, ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ക്രിക്കറ്റാണ് നമുക്ക് ആരാധന. അദ്ദേഹത്തെ ഹായ് സാർ എന്ന് പറയാൻ സാധിച്ചു. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും അതൊന്നും ആർക്കും കിട്ടാത്ത ഒരു അനുഗ്രഹം. അപ്പൊ മണിക്കൂറിന് കിട്ടിയ ശരിക്കും ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും നേരിട്ട് കാണുക എന്നൊക്കെ പറയുന്ന എളുപ്പമുള്ള കാര്യം, വർത്താനത്തിൽ കൂടെ പറയാന്നല്ലാതെ ഈശ്വരാനുഗ്രഹം ഒരുപാട് വരട്ടെ. പിന്നെ ഈ ഫിലിമിലേക്ക് വന്ന എങ്ങനെ മുന്നേ? സിനിമ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ടെലിപ്ലേ ആണ് ദൂരദർശൻ കേന്ദ്രത്തിന് വേണ്ടി, നുണ നേരാകുമോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ജയ്കുമാർ IAS ഓഫീസർ അദ്ദേഹം ചെയ്ത, നമ്മുടെ പങ്കജ് സേനൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത വർണ്ണച്ചിറകുകൾ എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനിലൊക്കെ ഷാജി സാർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആ സമയത്താണ് കണ്ണെഴുതി പൊട്ടും തൊട്ടും പിന്നെ 6-ാം തമ്പുരാനൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഷാജി സാറിനെയും സുരേഷ് കുമാർ സാറിനെയും രാജീവ് അഞ്ചൽ സാറിനെ എനിക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ക്യാമ്പസ് പഠിച്ചത് MG കോളേജിലാണ്. എൻ്റെ കോളേജ് വന്നിട്ട് BCom ചെയ്തത്. അത് MG കോളേജ് പഠിക്കാൻ കാര്യം ഞാൻ മോഹൻലാൽ സാറിൻ്റെ വലിയൊരു ആരാധന, ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. അപ്പം ട്രിവാൻഡ്രം MG കോളേജ് തന്നെ ഏതെങ്കിലും കോഴ്സിൽ പഠിക്കണം. ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്, +2 ചെയ്തത്. അപ്പോൾ BCom കിട്ടാൻ പാടാണ് MG കോളേജ്. പക്ഷേ ഞാൻ പഠിച്ച ഒരു ഇത് വെച്ച് എനിക്ക് BCom തന്നെ കിട്ടി, മെറിറ്റ് ലിസ്റ്റിൽ തന്നെ കിട്ടി. അങ്ങനെ BCom കയറി. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ക്യാമ്പസ് ഫിലിം, ഒരുപാട് ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ വരുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിശ്ചയിച്ച ഒരു ക്യാമ്പസ് സിനിമ ചെയ്യാം. അപ്പോൾ കാണാൻ കൊള്ളാന്നുള്ള ഏതെങ്കിലും പയ്യനെയൊക്കെ എടുത്ത് നായകനാക്കി ക്യാമ്പസ് സിനിമ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ നടൻ, പക്ഷെ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, അങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു. പക്ഷെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നടൻ എങ്ങനെ ഈ സിനിമയിൽ നായകനാകാം? പക്ഷെ നമ്മൾ തന്നെയാണ് ഇത് നടത്തുന്നത്. ക്യാമ്പസ് ഫിലിം ക്ലബിൻ്റെ ചെയർപേഴ്സണൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഈ ഡയലോഗൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെന്നിരിക്കുന്നു. അപ്പം ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ തന്നെ മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ പലരും ദൈവമേ ഇയാൾ കറക്റ്റ് പറയരുതേ
എന്നൊരാഗ്രഹം വെച്ച്. പക്ഷെ പലരും വന്ന് തെറ്റിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു, സജീവ് കിളികുലു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് മണിക്കൂറിനെ തന്നെ വെച്ചാലാ, അവൻ നന്നായിട്ട് ഡയലോഗ് ഇപ്പം തന്നെ അവൻ കാണാതെ പഠിച്ചു, അപ്പോൾ മണിക്കൂറിന് സമയം ലാഭിക്കാം. പിന്നെ ക്യാമ്പസ് സിനിമയാണ്, ഒരുപാട് ഫണ്ട് കിട്ടത്തില്ല, ക്യാമ്പസിൽ നിന്ന് ഇത്ര ഫണ്ടേ കിട്ടത്തുള്ളൂ, അപ്പം മണിക്കൂറിനെ തന്നെ വയ്ക്കാം. അപ്പം ഞാൻ എൻ്റെ കൂടോത്രമൊക്കെ ഏറ്റു. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ നായകനായിട്ട് അഭിനയിച്ചു. ഈ ക്യാമ്പസ് ഫിലിം കായംകുളം കൊച്ചുണ്ണിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാധ്യൻ ചെറിയനായിട്ട് കാണുകയും അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒരു കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കള്ളനായിട്ട് അഭിനയിപ്പിക്കാം എന്നൊരു ഇതിൽ വിചാരിച്ച് എന്നെ വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കാൻ 10,000-2000 ആൾക്കാരുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാം, കാരണം ഇതിഹാസമല്ലേ, അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അഭിനയിച്ച സമയത്ത് ഈ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് ചോദിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും സംസാരിച്ച് ഈ പയ്യൻ കൊള്ളാലോ, കൊച്ചുണ്ണിയായിട്ട് വെച്ചാലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം ഈ 2000 പേരേക്കാൾ കള്ളലക്ഷണം, കൊച്ചുണ്ണിയുടെ കള്ളലക്ഷണമുള്ള ഒരാൾ എനിക്കാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്, അത് സത്യമാണെന്നുള്ള അതിന് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ 2000 കള്ളന്മാരിൽ കായംകുളം കൊച്ചുണ്ണിയാവാൻ ഭാഗ്യം എനിക്ക് ലഭിക്കുകയും, അപ്പോൾ അത് വേറൊരു ഭാഗ്യമായിട്ട്. കാരണം ഒരു തലമുറയ്ക്ക് ഇന്നും കായംകുളം കൊച്ചുണ്ണി സത്യൻ സാറാണ്, അതിനുശേഷമുള്ള തലമുറയ്ക്ക് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുമ്പോൾ മണിക്കുട്ടനെയാണ് ഓർമ്മ വരുന്നത്. അതൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ്, ഒരു ഐഡന്റിറ്റി കിട്ടുക. അങ്ങനെയാണ് വിനയൻ സാറിൻ്റെ വൈഫും മകനും കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഈ സീരിയൽ കാണുകയും അദ്ദേഹം ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്ന സമയത്ത് മണിക്കുട്ടനെ സിനിമയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സാറ് വിളിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇപ്പൊ 10 വർഷമായില്ലേ മണിക്കുട്ടൻ ഫിലിമിലേക്ക് വന്നിട്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞ ഈ നമുക്ക് എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും മണിക്കൂറിനെ ഭയങ്കര ഇഷ്ടമാണ് സത്യം. ശരിക്കും എനിക്ക് തോന്നുന്നല്ല, ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി, നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മണിക്കൂറിനെ എത്രമാത്രം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് ഇല്ലാതെ ചെയ്തിട്ടില്ല. കാരണം ചെയ്തിട്ടില്ലെന്ന് പറയാൻ കാര്യം, ലാൽ സാറിൻ്റെ, മോഹൻലാലേട്ടൻ്റെ 35 വർഷം നമ്മളിപ്പം കോഴിക്കോട് ആഘോഷിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ 25 വർഷം ആഘോഷിക്കുന്ന സമയത്ത് MG കോളേജ് വെച്ചാണ് ആഘോഷിക്കുന്നത്, അതും കൂടെ പറയണം. അപ്പോൾ അന്ന് ആ പ്രോഗ്രാം കാണാനായിട്ട് ഞാൻ പാസ്സൊക്കെ തപ്പി എടുത്ത് ഇടിച്ച് കയറി ആ പ്രോഗ്രാം കാണാൻ ചെന്ന ആളാണ്. 10 വർഷത്തിന് ശേഷം പുള്ളിയുടെ 35 വർഷം ആഘോഷിക്കുമ്പം അതിലൊരു ഭാഗമായി ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗ്യം, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ ആ ഒരു സന്തോഷം അക്സെപ്റ്റ് ചെയ്യണം. മലയാള സിനിമ ഉപയോഗിച്ചില്ലെന്ന് മണിക്കുട്ടൻ വരാൻ വേണ്ടി ആരും കാത്തിരുന്നിട്ടൊന്നുമില്ല. മണിക്കുട്ടൻ കൊണ്ട് നിന്നെ ഞങ്ങൾ ഉപയോഗിക്കാം എന്നരുത്, ഇത് എൻ്റെ ആവശ്യമാണ്. ഈ നല്ല സിനിമകൾ എത്തിപ്പറ്റുക, നല്ല ക്യാരക്ടർ കിട്ടുക എന്നുള്ളത്. അത് ചിലപ്പം താമസിച്ചെന്ന് വരാം, ചിലപ്പം എൻ്റെ 40-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിലോ ആയിരിക്കാം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ഇപ്പോൾ ഈ 35 വർഷം ആഘോഷ സമയത്ത് ഞാൻ അതിൽ പെർഫോം ചെയ്തു, ഡാൻസ് ആയിരുന്നു പെർഫോം ചെയ്തത്. ഈ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നപ്പം നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ, അദ്ദേഹം സ്പിരിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉറുമിയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമായിരുന്നു. രഞ്ജിയേട്ടൻ്റെ അസോസിയേറ്റ് ആണ്, രഞ്ജിത്ത് സാറിൻ്റെ. അപ്പോൾ ശങ്കർ രാമകൃഷ്ണൻ അവിടെ നിന്നിട്ട് പുള്ളി എന്നെ ഓടി വന്ന് ഇങ്ങോട്ട് വന്ന് പറയണം, എടാ നീ ഡാൻസ് ചെയ്യുമോ നന്നായിട്ട്, ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ നിന്നെ സത്യം പറഞ്ഞാൽ നിൻ്റെ ഡാൻസ് കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു, നീ ഡാൻസ് ചെയ്യല്ലേ, നീ ആ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 2 3 4 സ്റ്റെപ്സ് അല്ല ഞാൻ ഇടുന്നത്, ആ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കളിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പം പുള്ളി വന്നിട്ട്, നിനക്ക് ഞാൻ ഒരു സിനിമ ചെയ്യണം, നിന്നെ വെച്ച് എനിക്കൊരു സിനിമ ചെയ്യണം, നിന്നെ ഫൈറ്റ് അറിയാം, നിനക്ക് കാണാനും വലിയ കുഴപ്പമില്ല, നിനക്ക് ഡാൻസ് അറിയാം, നിന്നെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഈ ഒരു ആഗ്രഹം തോന്നിക്കാനെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു നോക്കുമ്പോൾ, എൻ്റെ സിനിമകൾ എടുത്തു നോക്കുമ്പോഴത്തേന് ഇപ്പം ഈ വർഷം ഞാൻ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ ഞാൻ ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതിൽ അഭിനയിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഫൈറ്റ് സീന് സമുദ്രക്കനി സാറുമായിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു സ്ട്രഗിളായിരുന്നു, പക്ഷേ ചെറിയൊരു ഫൈറ്റിലോട്ട്. അപ്പോൾ ഫൈറ്റ് മാസ്റ്ററൊക്കെ വന്ന് സമയം എടുക്കും, പെട്ടെന്നാണ് അത് തീരുമാനം. പ്രിയൻ സാർ തന്നെ അത് കൊറിയോഗ്രാഫി ചെയ്യാമെന്ന് പറഞ്ഞു ആ ഫൈറ്റ്. അതെടുക്കുന്ന സമയത്ത് ഞാനും സമുദ്രക്കനി സാറുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാറാ ഷോട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു പ്രിയൻ സാറ്. എടാ ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായി വരുമെന്ന്, കൊള്ളാം നന്നായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നോ ഇല്ലയെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എത്തുന്ന പ്ലാറ്റ്ഫോമിൽ ഡയറക്ടർ പറയുന്ന കാര്യം ചെയ്യണോ ഇല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത്. പക്ഷേ മണിക്കൂറിന് ശരിക്കും ഒരു അനിയൻ എഫക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വർത്താനം ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ കോഴിയുടെ കാര്യം ഞാൻ മറന്നുപോയി, സോറി ഇടാ, ഞാൻ തരാം കേട്ടോ.
ഞാൻ ഇതൊന്ന് എൻജോയ് ചെയ്തോട്ടെ. ഇതിനിടയ്ക്ക് സംസാരിച്ച് തന്നെ ഓ കലക്കി. അയ്യോ എനിക്ക് 2 എപ്പിസോഡാക്കാൻ പറ്റിയ പ്രോഗ്രാം. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തൊന്ന് കഴിച്ചിട്ട് കാണിച്ചിട്ട് പോകാം. എന്നാ ചെയ്യാൻ നോക്കുന്നത് അടിപൊളി. കളി എല്ലാം നന്നായിട്ടുണ്ട്. താങ്ക് യു.